കാരണം കിഡ്നി ഒന്ന് പോകാൻ ചുനൊക്കെ വെച്ച് വലിക്കുന്നുണ്ട്. ഏതായാലും നമ്മളൊരു മാങ്ങാപ്പോൾ എടുത്ത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. വെൽക്കം ബാക്ക്. നമ്മൾ 6ാമത്തെ നോമ്പിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നു. പതിവ് പോലെ തന്നെ നമ്മൾ എന്നും കൊടുക്കുന്ന കിറ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവാണ്. ഖത്തറിൽ ഇതുവരെ ഇഫ്താറിന് കിട്ടാത്ത സ്ഥലങ്ങൾ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത്. നമ്മളിന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഇനി പോകുന്നത് നോമ്പ് തുറക്കാനാണ്. നോമ്പ് തുറക്കാൻ നമുക്കൊരു സ്പെഷ്യൽ നോമ്പ് തുറണ്ട്. നമ്മൾ പോകുന്നത് ആദിച്ചാന്റെ മുനീർച്ചാന്റെ ഒക്കെ റൂമിലേക്ക് പോകുന്നത്. നമ്മൾ ആദ്യം റൂം മാറെങ്കിലും പിന്നെ കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ അത് സൈനുണ്ടായിരുന്നു, പിന്നെ സാദിക്ക്, പിന്നെ മിസ്റ്റർ കാസർഗോഡ് ഉണ്ട്, മുനീർച്ചുണ്ട്. നമ്മളെ എക്സിക്യൂട്ടീവ് ഷെഫാണ് നമ്മളെ കിച്ചണിലുള്ളത്. ഏതായാലും അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു സമൂഹ നോമ്പ് തുറന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ജ്യൂസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ആക്കി. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ വാങ്ങി കൊടുത്ത് നമ്മൾ നോമ്പ് തുറന്ന് നമ്മൾ കൂടെ തന്നെ ലാലും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. മാസ്മരികമായിട്ടുള്ള ജ്യൂസാണ് ഇപ്പോൾ സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെ തന്നെ നെയ്ച്ചോറ്, ചിക്കൻ കറി, അതുപോലെ തന്നെ സദ്യയില്ലെങ്കിലും സദ്യക്കുള്ള രസം ഉണ്ടായിരുന്നു. ഒന്നും നോക്കാണ്ടുള്ള പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്ന ഫുഡിന്റെ രസം കൊണ്ട് ആസ്വദിച്ച് കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഇച്ചാനെ കൊണ്ട് തുടപ്പിക്കുന്നത് കണ്ട് ആസ്വദിക്കുന്ന അനിയനത് സോഫയിൽ നേരെ വിട്ടത് വൈഫ് ഹൗസിൽ കയറി നല്ല അടിപൊളി റമദാന്റെ സ്പെഷ്യൽ കൗണ്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഒന്നും നോക്കില്ല, എല്ലാവരും പോയിട്ട് ടേസ്റ്റ് നോക്കാൻ ആക്കിയിട്ടുണ്ട്. നാട്ടിൽ അതേ ആംബിയൻസിൽ അതേ സെറ്റപ്പിലാണ് തുടങ്ങിയിട്ടുള്ളത്. നാട്ടിലൊരു പെട്ടിക്കട ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും ഓരോന്ന് ടേസ്റ്റ് നോക്കാൻ ആക്കിയിട്ടുണ്ട്. ആദ്യം കുറച്ച് സുർക്കവെള്ളം കുടിക്കാൻ വേണ്ടി പോവാണ്. കാരണം കിഡ്നി ഒന്ന് പോകാൻ ചുനൊക്കെ വെച്ച് വലിക്കുന്നുണ്ട്. ഏതായാലും നമ്മളൊരു മാങ്ങാപ്പോൾ എടുത്ത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ഒന്നും പറയില്ല, നമ്മൾ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഓരോ ഐറ്റം എടുത്ത് തുടങ്ങി. പൈനാപ്പിൾ, മാങ്ങ വരുന്ന എല്ലാ ഐറ്റംസും ടേസ്റ്റ് ചെയ്ത് നമ്മളെ ലൊക്കേഷനോടെ വരുന്ന വെച്ചാൽ അൽസത്ത് സ്പോർട്സ് ക്ലബിന്റെ നേരെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് വരും. ഇപ്പോഴത്തെ സാധനത്തിലെ മുളക് മാത്രം തെരഞ്ഞു പിടിച്ച് കഴിക്കുന്ന ഒരു ജീവിയാണ് ജൈനു. ഏതായാലും നമ്മുടെ നാട്ടിലെ ഫേവറേറ്റ് ഐറ്റംസ് ആയിട്ടുള്ള കുടമ്പുളിക്ക് കഴിച്ച് നേരെ ഇറങ്ങിയപ്പോൾ തന്നെ റോൾസ് റോയ്സർ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പോകാനല്ല വഴി ചോദിച്ചാനായിട്ട് വന്നാണ്. നമ്മൾ അവിടെ ഏതായാലും വിട്ട് നമ്മളെ മാസ്റ്റർ സുഹൃത്തിന്റെ പ്രോട്ടീൻ ഷോപ്പിൽ വിട്ട് നമ്മൾ നേരെ പോയത് അൻസാർട്ടിയിലായിരുന്നു. അൻസാർട്ടിയിൽ എത്തിയപ്പോൾ ഒരു പഞ്ചായത്തുകൾ ആളുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നമ്മൾ അവിടെ ട്രൈ ചെയ്തില്ല. നമ്മളൊരു ചായം കുടിച്ച് ലോഡും കളിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ രീതിയിലൊക്കെ ആക്കി. അപ്പോൾ ബാക്കി നാളെ